സംസ്ഥാനത്തുടനീളം നബിദിനാഘോഷ ഘോഷയാത്രകൾ നടക്കുന്നുണ്ട്. വൈകിട്ടൊക്കെ ധാരാളം കുട്ടികളുടെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും മദ്രസകൾ കേന്ദ്രീകരിച്ച് ഘോഷയാത്രകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ വിശേഷങ്ങളിലേക്ക് കൂടിയാണ് കോഴിക്കോട് നിന്ന് ടിയാനി സലി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള നബിദിന റാലിയിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ രാവിലെ 8:30 നബിദിന റാലി ആരംഭിച്ചു. വിവിധ മദ്രസകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ, സ്കൗട്ട്, ദഫ് തുടങ്ങിയ കലാപ്രകടനങ്ങളും അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ചിട്ടുള്ള പുകഴ്ത്തി പാടിക്കൊണ്ടുള്ള മദ്ഹ് പാടിക്കൊണ്ടുള്ള ഗാനങ്ങളും അതുപോലെ വിശ്വാസികൾ വലിയ ആദരവോടുകൂടി സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ ഇപ്പോൾ MK രാഘവൻ MP ചേരുന്നു. ഈ ഒരു പരിപാടിയിൽ എപ്പോഴാണ് എത്തിയത്? എന്താണ് ഇതിൻ്റെ ഒരു സന്ദേശം? ഞാൻ അല്പം മുമ്പാണ് എത്തിച്ചേർന്നത്. മനുഷ്യ മനസ്സുകളിൽ സത്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹത്തായ ആശയങ്ങൾ പ്രദാനം ചെയ്ത ഒരു മഹാവിപ്ലവകാരിയായിട്ടാണ് എനിക്ക് അന്ത്യപ്രവാചകൻ നബി തിരുമേനിയെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ 140 കോടിയിൽ പരം വരുന്ന ഒരു ജനസമൂഹത്തെ തൻ്റെ ആശയത്തിൻ്റെ പിറകിൽ അണിനിർത്താൻ കഴിഞ്ഞുവെങ്കിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹത്തായ ആശയങ്ങളുടെ അല്ലെങ്കിൽ മഹത്തായ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അനുഭൂതിയായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രവാചകന്റെ സന്ദേശം പുതിയ ലോകത്ത് സമാധാനപരമായ ഒരുപാട് സന്ദേശം നൽകുന്നുണ്ട് എന്ന് ഒരു സംശയമില്ല. പ്രവാചകന്റെ സന്ദേശം അതാണ്. വിദ്വേഷമില്ലാത്ത ഒരു സമൂഹം, സ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹം, സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന സമൂഹം. നമ്മളെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തിരുവോണം കൂടിയാണ്. അതെ അതെ. അപ്പൊ ഇത് വളരെ ഒരുമിച്ച് വന്നിട്ടുള്ള യാദൃശ്ചികമായിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഒരു സംഭവമായി ഞാൻ അതിനെ കാണുകയാണ്. മഹാബലിയുടെ പ്രത്യേകിച്ച് ഓണം തിരുനാൾ എന്ന് പറയുന്നത് മഹാബലിയുടെ വരവാണ്. സത്യം പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ മാനവരെല്ലാം ഒരുമിച്ച് ഒന്നുപോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കൂടി അനുസ്മരിക്കുന്ന രീതിയിലാണ് രണ്ട് സുപ്രധാനമായ ഈ ഒരു ആശയങ്ങളാണ് ഇന്ന് ഒരുമിച്ചെത്തുന്നത്. തീർച്ചയായും അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു അനുഗ്രഹമായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ്. തീർച്ചയായും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് ഇതിന്റെ സന്ദേശം തന്നെയാണ്, അതിന്റെ പ്രസക്തി എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. ഒരുപാട് തിരക്കുകൾ ഉണ്ടെങ്കിലും ഞാൻ പങ്കെടുത്തതെന്നാണ് MK രാഘവൻ MP അറിയിച്ചത്. എന്തായാലും വലിയ തരത്തിൽ വലിയ സംഘാടനമുണ്ട്, വലിയ ആൾക്കൂട്ടമുണ്ട്, പ്രധാനമായും വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ യുവജനങ്ങളൊക്കെ അണിനിരന്നിട്ടുള്ള റാലിയാണ് നമ്മൾ കാണുന്നത്. പലതരത്തിലുള്ള കലാപ്രകടനങ്ങൾ, ഓരോരുത്തരുടെയും കഴിവുകൾക്കനുസരിച്ചുള്ള കലാപ്രകടനങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ട്. ഏതായാലും ഇപ്പോൾ രാവിലെ 8:30 ആരംഭിച്ച റാലി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.